ലാൽസലാം സഖാക്കന്മാരെ, എന്റെ പേര് ഇന്ദുഷ പ്രകാശ്. ഞാന് SFIക്കാരെ വെല്ലുവിളിച്ച ചേട്ടന് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുടെ പിന്നെ വരുന്നത്. ചേട്ടന്റെ ഭീഷണി കാരണം SFIക്കാർ ഇപ്പൊ വീടിന് പുറത്തിറങ്ങുന്നൊരു ഡയലോഗ് ഇപ്പൊ കേൾക്കുന്നുണ്ട്. എന്റെ പൊന്നു മോനെ, നിന്നെപ്പോലുള്ളൊരു കൊടിച്ചുപെട്ടിനെ ഒതുക്കാനായിട്ട് ഞങ്ങൾക്കൊന്നും അത്ര നേരം വേണ്ട. പിന്നെ നീ പറയുന്നുണ്ടായിരുന്നു SFIക്കാരെ തെറി പറഞ്ഞിട്ട് 24 മണിക്കൂറായിട്ട് എന്റെ കൈക്കും കാലിനും ഒന്നും ഒരു കുഴപ്പമില്ല, ഫുൾ പെർഫെക്റ്റ് ആണെന്ന്. അത് നിന്റെ ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ നിന്റെ ഉപ്പാന്റെ ഉമ്മാന്റെയും ഭാഗ്യമാണെന്ന് ചിന്തിച്ചാൽ മതി. നിന്നെ പോലുള്ള കൊടിച്ചുപട്ടിയുടെ കല്ലെടുത്തെറിയുക എന്നുള്ളതല്ല SFIക്കാരുടെ പണി. അവർക്ക് വേറെയും കുറെ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാനായിട്ട്. നിന്നെപ്പോലുള്ള കുടിച്ചുപട്ടികൾ അവിടെ ഇവിടെ നിന്ന് കുരയ്ക്കുമ്പോൾ ഓടി വന്ന് നിന്നെയൊക്കെ കല്ലെടുത്ത് എറിയണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കണ കാര്യമല്ല. നിന്നെയൊക്കെ എറിയാനായിട്ട് നിന്റെ വീട്ടുകാരുണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ പ്രവൃത്തി ഇത്തിരി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും വീട്ടുകാർ നല്ല ഒരു തന്തയാണെങ്കിൽ നിന്നെ എടുത്തിട്ട് കുത്തിക്കോളും. അത്ര ഉള്ളൂ. നീ അത്രയ്ക്കുള്ളൂ. ഒരു നല്ല സഖാവ് വന്നിട്ട് നിന്റെ മുമ്പിൽ എന്താടാ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ചൂളിപ്പോകാനുള്ളു പൊന്നു മോനെ. നീ SFIക്കാരെ, അതായത് പ്രത്യേകിച്ച് സഖാക്കന്മാരെ വെല്ലുവിളിക്കരുത്. നീ ഏത് മറ്റു പാർട്ടിയെ വെല്ലുവിളിച്ചോ എനിക്കറിയില്ല അവരുടേത്. പക്ഷെ ഒരു കാര്യം പറയാം, ഒരു സഖാവ് എന്നുള്ള നില ഞാൻ പറയാണ്, സഖാക്കന്മാരെ നീ വെല്ലുവിളിക്കരുത്. നിന്റെ പെണ്ണിനെ പറഞ്ഞ ഇന്റർപോൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്റെ പൊന്നു മോനെ, ഇന്റർപോൾ അല്ല, അതിന്റെ അപ്പുറത്ത് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നല്ല തന്റെ അടുത്തോളം നിൽക്കാനുള്ള ഇപ്പോഴത്തെ സഖാക്കന്മാർക്കുണ്ടാ. നീ ആ ചിന്തിക്കേ. നീ ഒന്ന് ചിന്തിച്ചാൽ മതി. നീ ഇത്രയൊക്കെ കിടന്ന് കുറച്ചിട്ട് നീ ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഔദാര്യമാണെന്ന് നീ ചിന്തിച്ചാൽ മതി. കേട്ടോ ചേട്ടാ, നീ ജനിച്ചപ്പോ തൊട്ട് സഖാവെന്ന് പറയുന്നു. നിനക്കൊക്കെ നാണം ഉണ്ടോടാ? ഞാൻ അറിയാൻ പറ്റില്ല, സഖാവ് എന്ന വാക്കിന്റെ അർത്ഥം നിനക്കൊക്കെ അറിയോ? സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഈങ്കുലാബ് വിളിച്ച നല്ലവരായ കുറെ സഖാക്കന്മാരെ നീയായിട്ട് വെറുപ്പിക്കരുത്. ആ ഒരു പേര് പറഞ്ഞു കേട്ടാ. കൂടുതലെടുത്ത് കളിക്കല്ലേ. നീ ഒന്നും ആയിട്ടില്ല, നീ ഒന്നും പൊങ്ങിപ്പോന്നിട്ടില്ല. നീ ഗവൺമെന്റ് ജോബ് ഉപേക്ഷിക്കാൻ പോവാന്ന് പറഞ്ഞു. എടാ, നീ ഉപേക്ഷിച്ചാൽ നിന്നേക്കാളും ബോധമുള്ള, വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള ചെറുക്കം കയറും. അല്ലെങ്കിൽ ഒരു വേറെ പെണ്ണ അല്ലെങ്കിൽ ആണോ കയറും. അതുകൊണ്ട് മോനെ, ഇങ്ങനെയുള്ള ഉമ്മാക്കി കാണിച്ചിട്ട് സഖാക്കന്മാരെ പീഡിപ്പിക്കരുത്. മനസ്സിലായോ? അപ്പൊ നിനക്ക് ജീവൻ ഉണ്ടെങ്കിൽ, നിന്റെ ശരീരമൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ നീ വെച്ചോണ്ടിരുന്നു. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതും കൂടി ഇല്ലാണ്ടായി വരും. എന്റെ സഖാക്കന്മാര് കുറ്റാന്ന് പറയുന്നത് നിന്റെ വീട്ടുകാരായിട്ടൊന്ന് തല്ലുപിടിച്ചെന്ന് വരും. കാര്യം നിന്റെ സ്വഭാവം അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ്. അപ്പം എല്ലാ സഖാക്കന്മാരോടും പറയാണ്, ഇതേപോലുള്ള കുടിച്ചുപട്ടികൾ പല സ്ഥലത്ത് നിന്ന് കുറയ്ക്കും. അതുകൊണ്ട് നിങ്ങളത് കണക്ക് കൂട്ടേ വേണ്ട. ലാൽസലാം സഖാക്കന്മാരെ.